ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖ്യ പത്രാധിപരുമായിരുന്ന കെ.എൽ. മോഹനവർമ്മ സാഹിത്യത്തിൽ അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നു. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു വിശേഷപ്പെട്ട സാഹിത്യ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്ത എഴുത്തുകാരനാണ് മോഹനവർമ്മ. ഓരോ വിഷയങ്ങൾ പഠിക്കുകയും ആ വിഷയങ്ങളെക്കുറിച്ച് നോവലുകൾ എഴുതുകയും അദ്ദേഹത്തിന്റെ ഓഹരി എന്ന് പറയുന്ന നോവൽ അതിപ്രസിദ്ധമായിരുന്നു. അത് കഴിഞ്ഞ് ക്രിക്കറ്റ് എഴുതി, നീതി എഴുതി. ഇതെല്ലാം അദ്ദേഹം പുതിയ പുതിയ അനുഭവ മേഖലകൾ മലയാള ഭാഷാ സാഹിത്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കെ.എൽ. മോഹനവർമ്മ. അദ്ദേഹം എന്റെ ശ്രദ്ധയിൽ വരുന്നത് ഫ്രം ബെസ്റ്റർ വിത്ത് ലവ് എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് മാതൃഭൂമിയിലാണ് വന്നത്. അപ്പോഴാണ് ഉത്തരേന്ത്യയിലെ ജലക്ഷാമത്തെക്കുറിച്ചും അവിടുത്തെ വികസനമില്ലായ്മയെക്കുറിച്ചുമൊക്കെ എന്നെപ്പോലുള്ള ആളുകൾക്കും മലയാളികൾക്കൊക്കെ അറിയാൻ കഴിഞ്ഞത്. മോഹനവർമ്മ സാറിന് വളരെ ഹൃദയപൂർവ്വം സന്തോഷത്തോടുകൂടി കേരളത്തിലെ ബി.ജെ.പിക്ക് വേണ്ടി ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. ഞാൻ അറിയാമല്ലോ, ഞാനെങ്കിലും ഉണ്ടാ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ടെക്കിയാണ്. ടെക്കി എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ ആധുനികത്വത്തെ എപ്പോഴും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരാൾ. ഇവിടെ എറണാകുളത്ത് ആദ്യമായി കമ്പ്യൂട്ടർ വന്നപ്പോൾ ആദ്യമായി എനിക്കൊന്ന് 96 നമ്മുടെ ഇവിടെ പൻപള്ളികളിൽ മനോരമയുടെ പിന്നിൽ ഒരു അവിടെ ആണ് ആദ്യമായി ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം. യാദൃച്ഛികമായി അവിടെ പോവുകയും അന്ന് എനിക്ക് ടൈപ്പ്റൈറ്റർ 2 പേരിൽ വെച്ച് അടിക്കാൻ അറിയാം. ഞാൻ ആദ്യം പോയി വാങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ആധുനികതയുടെ എല്ലാ ഭാഗങ്ങളും ഈ മാറ്റങ്ങൾ വരുന്നത്, ആ മാറ്റങ്ങൾ വരുന്നതിൽ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം എന്റെ സ്വന്തമാണ്. എനിക്ക് പ്രായം കൂടുതലുണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം കളികളൊക്കെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അത് വേണ്ട പ്രായം കൂടി തോന്നും. പക്ഷെ അതേസമയം ഇന്റർനെറ്റ് മെല്ലെ മെല്ലെ വന്ന് വലിയ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ കൊല്ലം നമ്മൾ പോലും അറിയാത്തതാണ്. അങ്ങനെ വന്നപ്പോൾ ഓരോ മേഖലകളിലും ഉള്ള പ്രവർത്തികളെ കുറിച്ച് ഞാൻ ഇപ്പം എന്റെ അനുജൻ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ആ ഭാഗത്ത് ഉൾനാടും മധ്യപ്രദേശിലും ഇങ്ങോട്ട് മാറിയിട്ട്, അതായത് ഏകദേശം ഒറീസ മുതൽ അങ്ങ് പടിഞ്ഞാറ് അലിരാജ്പൂർ വരെ, അതായത് ഗുജറാത്തിന്റെ ആവും. കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്ന വീക്ഷണത്തിന്റെ മറ്റും എഡിറ്ററായി ചുമതലയുണ്ടായിരുന്ന ശ്രീ കെ.എൽ. മോഹനവർമ്മ ബി.ജെ.പിയിൽ ചേരുന്നു. ബി.ജെ.പി സംസ്ഥാന വ്യാപകമായി അംഗത്വ ക്യാമ്പയിൻ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ സംഗീത സംവിധായകൻ മോഹൻ സിത്താര ബി.ജെ.പിയിൽ ചേർന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ കെ.എൽ. മോഹനവർമ്മ ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ബി.ജെ.പി നേതാക്കളെ കാണാം. ഒപ്പം ശ്രീ കെ.എസ്. രാധാകൃഷ്ണനും അവിടെ സന്നിഹിതനാണ്.